അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സാർ സ്വാഗതം, മഹതി മാം സ്വാഗതം, നാദർഷിക സ്വാഗതം. മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ കണ്ടസ്റ്റന്റ് സുരേഷ് പള്ളിപ്പാറയാണ്. സുരേഷ് എത്തുന്നത് സോപാനം റൗണ്ടിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സുരേഷിനെ. സുരേഷ്, ഹായ്. ഇതെന്താണിത്, എവിടുന്നാ വരുന്നത്? നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ഏത് പാട്ടാ പാടുന്നത്? സോപാനം റൗണ്ടാണ്. ഞാൻ ആരവം എന്ന സിനിമയിലെ ദാസാർ പാടിയ മുക്കുറ്റി തിരുതാളി എന്ന പാട്ട്. ഓ, സൂപ്പർ പാട്ട്. നമ്മൾ സോപാനം കാവാലം സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പാടും കേട്ടോ. ആ ഒരു പാട്ടിന്റെ ഒരു എനർജി തന്നെ പാടൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. ഓഹോ, മാനോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. ഓഹോ, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത. മുക്കുത്തി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അക്കം പക്കം അച്ചൻ കൊമ്പത്ത്, അക്കം പക്കം അച്ചൻ കൊമ്പത്ത്. പൂവാം കുറുന്തല പുന്നാക പറമ്പിൽ കൂണിന്റെ കൂള നീട്ടും പുന്നാരത്താലം. പൂവാം കുറുന്തല പുന്നാക പറമ്പിൽ കൂണിന്റെ കൂട നീട്ടും പുന്നാരത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. അയ്യനും അമ്മനും നോക്കി നിൽക്കും മാമല കണ്ടേ, പൂത്തു നിൽക്കും മാമല കണ്ടേ. രാപ്പനിക്കും തീപ്പനിക്കും പുതച്ചിരിക്കാൻ മഞ്ഞുണ്ടോ? അയ്യനും അമ്മനും നോക്കി നിൽക്കും മാമല കണ്ടേ, പൂത്തു നിൽക്കും മാമല കണ്ടേ. തീപ്പനിക്കും രാപ്പനിക്കും പുതച്ചിരിക്കാൻ മഞ്ഞുണ്ടോ? ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അക്കം പക്കം അച്ചൻ കൊമ്പത്ത്, അക്കം പക്കം അച്ചൻ കൊമ്പത്ത്. മാനാം കലയുടെ കല്യാണ കന്നിക്ക് കൂമനും കുറുമനും ഇരട്ടത്താലം. മാനാം കലയുടെ കല്യാണ കന്നിക്ക് കൂമനും കുറുമനും ഇരട്ടത്താലം. കാലിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്ന കൂടോത്ര കുളിരിന്റെ കാറ്റാടിത്താലം. ലം 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 താലം ചെമ്പൂത്താലം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. സുരേഷ്, ശരിക്കും കാവാലം സാറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന കുറച്ച് പാട്ടുകളിൽ ഏറ്റവും മുമ്പിൽ വരുന്ന പാട്ടാണ് ഈ പാട്ട്. അപ്പൊ പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്ഷീണിച്ചു പോയോ പാടിയിട്ട്? സുഖമില്ലാന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം എന്തായാലും പാട്ടിന്റെ കാര്യം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സാർ. സുരേഷ് സാർ,
നല്ല വേഷം കിട്ടി, നല്ല പൊരിഞ്ഞു വന്ന വേഷം. താങ്ക് യു സാർ. ആ കാട്ടുവാസിൻ്റെ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. അതേപോലെ പാട്ടിൻ്റെ கேப் இல்லாமல் பாடின காரணத்தால் அங்கங்கே சில மூச்சு நிற்கிற விஷயங்களை சில அடரில் அப்படி அந்த சுருதி கொஞ்சம் லைட்டாக நழுவி போய் அதே காரணம் அப்படி இல்லை, சுருதி கலைஞ்சு போய் பாடிட்டல அந்த மூச்சு வாங்கின ஒரு விஷயம் காரணத்தால லைட்டாக கலைஞ்சு போன போல் ஒரு ஃபீலிங் ആണ്. ദാറ്റ്സ് ആൾ. ബട്ട് പാട്ട് നല്ല വലിയ പാട്ടാണ്, നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഗുഡ്, നൈസ്. താങ്ക് യു സർ. നാദർഷിക. സുരേഷിൻ്റെ വേഷവും ഇതെല്ലാം കണ്ടപ്പോൾ തകർക്കുമെന്ന് വിചാരിച്ചു. ടയർഡായിരുന്നോ? കുറച്ച് ടയർഡായിരുന്നു. അതിൻ്റെ പാട്ടിൻ്റെ ഒരു നല്ല സെലക്ഷനായിരുന്നു പാട്ട്. സുരേഷിന് അടിച്ചു പൊളിച്ച് അർമാദിക്കാൻ പറ്റിയ പാട്ടായിരുന്നു. നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ ഉള്ളതിൻ്റെ പേരിലായിരിക്കാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും വന്നില്ല. സുരേഷ്, എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ദിവസത്തിൻ്റെ ആയിരിക്കാം. ദിവസത്തിന് കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ തന്നെ. ഒരു പ്രത്യേകിച്ച് ദിവസത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ട് അത് ദിവസത്തിന് പറയാമെന്ന് പറയുന്നത് നമ്മുടെ കഴിവേടാണ്. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, മറ്റുള്ള ഇത് വിശ്വാസത്തിൻ്റെ പോലെയല്ല. ഈ നല്ല ദിവസം ചീത്ത ദിവസം ആ കാലം ഈ കാലം ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതൊന്നും നോക്കാത്ത ആളാണ്. അതിൻ്റെ പേരിലായിരിക്കാം ദിവസങ്ങളൊക്കെ ഒരുപോലെയാണ്. സുരേഷ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സുരേഷ് നല്ല കോൺഫിഡൻസോടുകൂടി പാടിയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായാണ്. ഓക്കെ സുരേഷ്. താങ്ക് യു. മഹതി മാം. സുരേഷിൻ്റെ എപ്പോഴും ഒരു അടിച്ചുപൊളി പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെ? ഒരു ടോട്ടൽ ബേസ്റ്റ് ഔട്ട്, ക്രാക്കേഴ്സ് ബേസ്റ്റ് ഔട്ട് ആയ പോലെ ഉണ്ടാവും സ്റ്റേജ്. അത്രയ്ക്കൊരു വെടിക്കെട്ട് പെർഫോമൻസ് കണ്ടിട്ട് ഈ വേഷമൊക്കെ കണ്ടപ്പോൾ ഈ പാട്ടാണെന്ന് അറിഞ്ഞപ്പോൾ എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ചും കൂടി. സോ ഐ തിങ്ക് അതിൻ്റെ ഒരു ചെറിയ ഞങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടായിരിക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ടുഡേ വാസ് എനിഹൗ നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്തു. സോ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതാണ് കാര്യം. ജസ്റ്റ് ലിറ്റിൽ മോർ കെയർ. ഐ തിങ്ക് ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ചെറുതായിട്ടുണ്ടെന്നോ? ഇല്ല, ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. ഓക്കെ. സോ കുറച്ച് ആ ഹംബിൾ, ആ ഹ്യൂമിലിറ്റി നമ്മുടെ ഉള്ളിലുള്ളത് നല്ലതാണ്. ഓക്കെ, ഹ്യൂമിലിറ്റി ആൻഡ് മോഡസ്റ്റി ഇസ് ഗുഡ്. സോ അടുത്ത പെർഫോമൻസ് ഇത്രയും ഐ തിങ്ക് സിംഗിങ്ങിൽ ആദ്യം ഫോക്കസ് ചെയ്തിട്ട് പിന്നെ മറ്റേ ആക്ടിവിറ്റീസ് ആൻഡ് ജമ്പിങ് ചെയ്യുക. സോ അത് മേ ഹെൽപ്പ് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. സുരേഷ് പറഞ്ഞ പോലെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു, കമൻസ് പറഞ്ഞു. എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊരു എപ്പോഴും ഒരു ഹൈ എക്സ്പെക്ടേഷൻ ആണ്, പക്ഷേ ഇപ്പം കുറച്ച് നെഗറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ മാർക്സ് ചോദിക്കാം അല്ലേ? ഓക്കെ. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30? 27 തരം. നാദർഷിക? 26 തരം. മഹതി മാം? 26. താങ്ക് യു ജഡ്ജസ്. ഇപ്പം 90-ൽ 79 മാർക്സ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ സുരേഷ് വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സുരേഷ് മാത്രമല്ല, ഓരോ കണ്ടസ്റ്റൻസ് വരുമ്പോഴും ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴും അതിനെക്കാട്ടിലും ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരിയുള്ള നെഗറ്റീവ് കമൻസ് വരുന്നത്. അപ്പം ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വരുന്ന റൗണ്ട്സിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മിന്നാമിനിങ്ങിൻ്റെ അടുത്ത റൗണ്ട് അവൾ റൗണ്ടാണ്. ശ്യാം എസ് പള്ളത്താണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാമിനെ. ശ്യാം, അവൾ റൗണ്ടാണ്. അവൾ റൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ സെഷനിൽ, 3rd സെഷനിൽ ശ്യാം പെൺവേഷം കെട്ടി വന്നതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സ്ത്രീവേഷം കണ്ടിട്ട് എന്തു പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും? കണ്ടവരൊക്കെ വിളിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു നല്ലതായിട്ട് ചേരുന്നുണ്ട്, അത് തന്നെ സ്ഥിരമായിട്ട് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് തീരുമാനം എടുത്തു? ഇത് തന്നെ മതി. ഇത് മതിയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ഒരു കാതുകുത്ത് ചടങ്ങ് എന്നൊരു ചടങ്ങുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ആ ഒരു ചടങ്ങിനെ കുറിച്ചുള്ള കൈതോല പായവിരിച്ച് എന്നൊരു പാട്ട്. ഓ ശരി ശരി, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞ മാതിരി ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുമാണ്. നന്നായിട്ട് പാടൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
വിരിച്ച് പായേല് പറനെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കൈതോല പായ വിരിച്ച് പായേല് പറനെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ളതറയെ കള്ളു കുടിച്ച് കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ളതറയെ കള്ളു കുടിച്ച് ആടി ആടിയപ്പ വരും നിന്റെ അങ്ങളമാര് പൊന്നേ 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 ആ ഏ ഓ ആ ഏ ഓ കാതൂരുമ്മിക്കാരമുള്ളോണ്ട് കാതു കുത്തണ നേരം കാതൂരുമ്മിക്കാരമുള്ളോണ്ട് കാതു കുത്തണ നേരം നോക്കുമ്പോ വച്ചോല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ 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 ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മി കൈതോല തൂക്കിയപ്പം കരച്ചില് മാറിയോടി പൊന്നേ കാതുകുത്തി കൈതോല തൂക്കിയപ്പം കരച്ചില് മാറിയോടി പൊന്നേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്തടി കുഞ്ഞിച്ചിരിതേ പെണ്ണേ 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 ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേല് പറനെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ഓല പായ വിരിച്ച് പായേല് പറനെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ശ്യാം
എന്തായിരുന്നു നാടൻ പാട്ടിൽ മൂൺ വോക്ക് ഒക്കെ കണ്ടു. എന്തെല്ലാം ഇന്നോവേഷൻസ് ആണ് ഈ സ്റ്റേജിൽ കണ്ടസ്റ്റൻസ് വന്നിട്ട്. ശരിക്കും ആ വിഷ്വൽസും ശ്യാമ ശരിക്കും പറഞ്ഞാൽ എനർജി കൂടി കൂടി അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൈവിട്ട് പോകും എന്നുള്ളൊരവസ്ഥ. എനർജി കൂടിയോ? ഒരു സ്പിരിറ്റ് കൂടി വന്നോ? കുറച്ച്. ഓക്കെ, അപ്പം എങ്ങനെയാണ് പാടിയെന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആരോട് ചോദിക്കാം? കുപ്പസ്വാമി സാർ. കുപ്പസ്വാമി സാർ. ശ്യാം സാർ നിങ്ങൾ കാത് കുത്ത് കണ്ടോ? കണ്ടിട്ടുണ്ട് നേരത്തെ. கண்டுட்டு அது வந்து ஸ்ரீக்கு மட்டும் தான் காது குத்துறது இவட அங்கே தமிழ்நாட்டில் ஆண்களுக்கும் காது குத்துறது உண்டு. எனக்கு குத்தி இருக்குது சிறு பிள்ளையில காது குத்தினது. அது காரமுள் வச்சு மாமண்ட மடியில் உட்காந்து வச்சு காது குத்துறது அது ஒரு பழக்கம் உண்டு. இதை கூட இந்த பாட்டில் சில வரிகள் நல்லா இருந்தது. காரமுள்ள காது குத்தி வலிக்கு போல் பச்சை ஓலையை பார்க்கணும்னு. ஏன் பச்சை ஓலையை பார்க்க சொன்னாங்கன்னு தெரியல எனக்கு. இப்போ என்னன்னு தெரியல, ஒரு காரணம் இருக்கு இல்லை. அது நல்லா இருக்கு, நன்னாயிட்டு பாடின பாட்டுகளில் இது எனக்கு ரொம்ப பிரியப்பட்ட பாட்டு. நான் ரசித்த பாட்டு. நீங்கள் என்ன பாட்டு? அது என்ன ஒரு ஸ்டெப் ஒன்று இருந்தது, அந்த ஷூவை போட்டுண்டு மூன் வாக்கே. ஓ மைக்கேல் ஜாக்சன் வாக்கே மூன் வா ஒன்று கூட நன்னாயிட்டு. நான் எங்க விழுந்துருமோ இப்படி செய்யும் போது எங்க விழுந்துருமோ கீழேன்னு நான் பயந்து போய். நீங்க வேணா போய் ட்ரை பண்றீங்க. அது ஷியாமுக்குன்னு உள்ளது. நமக்கு வரா வாங்க சார். நமக்கு 3 வாக்கும் வரா, எந்த வாக்கும் வரா. நமக்கு இந்த வாக்கு தான். ஒரே ஒரு வாட்டி ட்ரை பண்ணி பார்க்கலாம். பண்ணி அங்க போய் வாக் பண்ணி ட்ரை பண்ணுங்க. இது இருக்கட்டும். அது நமக்கு ஆட்டம் போடதான் இதெல்லாம் வரா. இந்த சைடில் எங்களுக்கு வராது. பட் பாட்டு நீங்கள் பாடின பாட்டு நல்ல பாட்டு, நன்னாயிட்டு பாடி அது மதுரமான கானம். താങ്ക് യു സർ. സ്വീറ്റ് ഗുഡ്. താങ്ക് യു സർ. മഹതി മാം. ശ്യാം, മാം നൈസ് പെർഫോമൻസ് ശ്യാം. താങ്ക് യു മാം. എന്താ കാട്ടിക്കുട്ടിയ അവിടെ ആ കൂടി ഭയങ്കര ഹൈപ്പർ ആയിരുന്നു കേട്ടോ. നന്നായിരുന്നു ശ്യാം. താങ്ക് യു. ശ്യാം എപ്പോഴും അങ്ങനെ മുട്ടൊക്കെ മടക്കിയിട്ട് ഒരു ഹാഫ് നീലിംഗ് ഡൗൺ പൊസിഷനിലൊക്കെയാണ് പാടാറ്. സോ എനിവേസ് അതൊക്കെ മാറി ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓവർ വന്നു തുടങ്ങി. ശ്യാമിൻ്റെ കോൺഫിഡൻസ്, സ്റ്റേജ് പ്രസൻസ് എല്ലാത്തിലും നല്ലൊരു കോൺഫിഡൻസ് കാണാനുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, പിച്ചിങ് വാസ് മോർ ഓർ ലെസ് ഓക്കെ. ആ ടെമ്പോ കൂട്ടിയപ്പോൾ ശ്യാമിന് ഇങ്ങനെയായിരുന്നു പാടുന്നത്. ഓക്കെ, സോ ടെമ്പോ കൂട്ടണ സമയത്തിന് കുറച്ച് മുമ്പ് യു ക്യാൻ റിലാക്സ് എ ബിറ്റ്. അറിയാമല്ലോ അല്ലേ, പ്ലാൻ ചെയ്ത സംഭവം തന്നെയല്ലേ. സോ പ്ലാൻ ചെയ്യുമ്പോൾ അവസാനം പാടി വന്നിട്ട് ഓ ഇനി ടെമ്പോ കൂടാൻ പോകുന്നുണ്ട്, സോ കുറച്ച് എനർജി റിസർവ് ചെയ്യുക ആ സ്ഥലത്ത്. ഓക്കെ, അല്ലെങ്കിൽ ആ ടെമ്പോ കൂടി വരുന്ന ആ ഫസ്റ്റ് ലൈൻ ആ കൂടി ഔട്ട് ഓഫ് ദ വേ ആയിരുന്നു. ഓക്കെ, സോ അത് മാത്രം നോക്കിയാൽ മതി. ബട്ട് ഐ ലൈക്ക് ദ ടോട്ടൽ ചേഞ്ച് ഓവർ. ആൻഡ് ആദ്യം ഐ തിങ്ക് കോറസ് കുറേ ഹാർമണീസ് ഒക്കെ ട്രൈ ചെയ്തു അല്ലേ, പാർട്സും സെക്കൻഡ്സ് ഒക്കെ പാടാൻ നോക്കി. അത് കൊളായെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ പാടുന്നുണ്ടായിരുന്നില്ല. റൈറ്റ്, എനിവേസ് ഗുഡ് ശ്യാം, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. താങ്ക് യു മാം. നാദർഷിക. ശ്യാമ കരുതി ഇറങ്ങിയൊക്കെയാണല്ലേ. ഇനി ശ്യാമ ഇത്രയും ദിവസം ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കമൻസ് ഒക്കെ പറഞ്ഞിട്ടിരുന്നു, ഇനി ഇവന്മാരെ ഞാൻ കാണിച്ചു തരാം എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിറങ്ങാന്ന് പറയുന്ന പരിപാടിയില്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ അല്ലെങ്കിൽ പോയിന്റ്സ് കുറഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം, ദേഷ്യവും സങ്കടവും എല്ലാം കൂടി അല്ലേ, അതല്ലേ ശരിക്കും മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പെർഫോം ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞ ഒരു നമുക്കൊരു കോൺഫിഡൻസ് ലെവലും വേണം, ഒരു വാശിയും വീറും ഒക്കെ ഉണ്ടെങ്കിലാണ് നന്നാവുള്ളൂ. അങ്ങനെ നന്നായി ശ്യാമ്. ശ്യാമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസിൽ അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നന്നായിരുന്നു. താങ്ക് യു ശ്യാം. ജഡ്ജസ് നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, കുപ്പസ്വാമി സർ, ഔട്ട് ഓഫ് 30 28 ഞാൻ തരാം. താങ്ക് യു സർ. മഹതി മാം 28 for you. താങ്ക് യു. നാദർഷിക 28. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ശ്യാം, അപ്പൊ 90-ല് 84 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്. കാതുകുത്തിയും മൂൺ വോക്ക് ഒക്കെ നടത്തി. എന്തായാലും അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പാട്ടും നന്നായിട്ട് പാടിയെന്നാണ് ജഡ്ജസ് പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന റൗണ്ട്സിലും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മിന്ന മിനുങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ നമ്മുടെ മിന്ന മിനുങ്ങിന്റെ ഒരു സിഗ്നേച്ചർ റൗണ്ടാണ് അടുത്തതായി വരാൻ പോകുന്നത്. മണിമേളം റൗണ്ട്. മണിമേളം റൗണ്ടുമായി എത്തുന്നു കാർത്തിക. നമുക്ക് സ്വാഗതം ചെയ്യാം കാർത്തികയെ. കാർത്തിക ചേച്ചി, മണിമേളം റൗണ്ടാണ്.
പക്ഷേ ഡ്രസ്സിങ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട്ടമ്മയുടെ വേഷമാണോ? അല്ല, കണ്ടത്തിൽ പണി. കണ്ടത്തിൽ പണിയെടുക്കുമ്പോഴാണോ ഈ കോട്ടൺ സാരി, ബംഗാൾ കോട്ടൺ പോലത്തെ കോട്ടൺ സാരി കൊടുത്തു വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ. ഒന്നാം കണ്ടം പൊടി പറന്നേ, ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ. രണ്ടാം കണ്ടം പൊടി പറന്നേ, രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. ഒന്നാം കണ്ടം പൊടി പറന്നേ, ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ. രണ്ടാം കണ്ടം പൊടി പറന്നേ, രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ. വിത്തിട്ടു നിൽക്കും കറുമ്പി പെണ്ണാളെ, അത്തം പിറന്ന ദിവസം കണ്ടോളെ. ഒത്തിരി കാലം നടന്നു കഴിഞ്ഞേ, വിത്തുട്ടാലെന്റെ മോതുകും പോയിന്നേ. മുട്ടകൻ പാടത്തൊരരവം കേട്ടേ, വിത്തിടും പാട്ടിന്റെ അരവം കേട്ടേ. പാടത്തെ പോകുന്ന കറുമ്പി, വിത്തിടും പാടം നേരുന്നു നിന്നമ്മേ. ഒന്നാം കണ്ടം പൊടി പറന്നേ, ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ. രണ്ടാം കണ്ടം പൊടി പറന്നേ, രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. വിത്തിടും നേരം നിറവേറെ ചമ്മേ, കുത്തിടും നെല്ലു തേറി തെറിച്ചമ്മേ. കുണ്ടകൻ പാടം നിരന്നു നിന്നമ്മേ, പാടത്തിൻ്റോരത്തങ്ങോളം വന്നമ്മേ. കുട്ടാടം പാടം നിരന്നു നിന്നമ്മേ, കഞ്ഞി കുടിക്കുന്ന നേരം വന്നമ്മേ. കഞ്ഞി ചേറുമീ കറുമ്പി പെണ്ണാളെ, വന്നു കൂട്ടുന്ന കാര്യനില പൊന്നേ. ഒന്നാം കണ്ടം പൊടി പറന്നേ, ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ. രണ്ടാം കണ്ടം പൊടി പറന്നേ, രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. ഒന്നാം കണ്ടം പൊടി പറന്നേ, ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ. രണ്ടാം കണ്ടം പൊടി പറന്നേ, രണ്ടര വിത്തു വലിച്ചെറിഞ്ഞേ. തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ തന്താനേ താനേ തനനാരേ താനേ താനേ തനനാരേ താനേ താനേ തനനാരേ. കൊയ്ത്ത് പാട്ടിന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു അല്ലേ? ഡാൻസേഴ്സും എല്ലാവരും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അവരുടെ മഞ്ഞയും ഈ ഒരു പച്ച കളറും ഒക്കെ കൂടെ. അപ്പൊ ഇനി പാട്ടിന്റെ കാര്യം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷിക്ക, കാർത്തിക മോളെ ശ്രുതിയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ വല്ലപ്പോഴും സ്ഥിരമുള്ള മോളുടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഈ പാട്ടിൽ, കുറച്ചൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ സംശയമായി ഇപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളതാണ്. മുഖം കണ്ടിട്ട്
അങ്ങനെ വരാൻ സാധ്യല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ. താളം ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. താളം ശ്രുതിയിൽ ശ്രദ്ധിച്ചപ്പോൾ താളത്തിൽ കുഴപ്പം അല്ലേ? നമ്മൾ താളം കൊടുത്തിട്ട് ശ്രുതി എടുത്ത പോലെ ആയിപ്പോയി. കുഴപ്പമില്ല, എന്നാലും ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. എല്ലാ അങ്ങോട്ട് ഡാൻസും മോളുടെ. പിന്നെ ഈ പാടത്തൊക്കെ പോകുമ്പോൾ ഇത്രയും നല്ല പട്ടുസാരി കൊടുത്തിട്ട് പോയിരിക്കുമോ? ഒന്നാമത്തത് വിഷ്വലി അത്തരത്തിലുള്ളൊരു പാടത്ത് നമ്മൾ കൊയ്ത്ത് പാട്ടിന് പോയി നിൽക്കുകയാണെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടെങ്കിൽ, പരിപൂർണമായിട്ട് നമ്മൾ ആ ക്യാരക്ടർ ആകാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ, നല്ല ഈ പറഞ്ഞ കളറ്, മോൾക്ക് നല്ല ഫെയർ ആയിട്ടുള്ള കളറുണ്ട്, അതൊക്കെ ഒന്ന് ഡൾ ചെയ്ത് അത്തരത്തിലുള്ളൊരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, കാരണം ക്യാരക്ടറായി കിട്ടും. ക്യാരക്ടറായി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ചളിപ്പ് അങ്ങോട്ട് ആദ്യം മാറും. ഇപ്പോൾ വളരെ സുന്ദരിയായിട്ട് നല്ല പട്ടുസാരിയെ കൊടുത്ത് പാടത്ത് വന്ന് നിന്നാൽ ഇങ്ങനെ പാടുള്ളൂ. മറ്റതാണെങ്കിൽ കുറെ കൂടി നന്നായിട്ട് പാടാൻ പറ്റിയത് കേട്ടാ. ഓക്കെ മോളെ, നന്നായി. മഹതി മാം. കാർത്തിക നന്നായി പാടി കാർത്തിക. താങ്ക് യു. നാദർശൊക്കെ പറഞ്ഞ പോലെ കാർത്തികയ്ക്ക് സ്ഥിരം ഈ ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാവില്ലേ, നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാർത്തികയുടെ സിംഗിങ് വരുമ്പോൾ പിച്ചിങ്, താളം, ഇതൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പോൾ ഇന്ന് കുറേ സ്ഥലത്ത് കാർത്തികയ്ക്ക് ടിക്ക് മാർക്കാണ്. സോ നൈസ്. ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം റിതമായിട്ടൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സ്ഥലങ്ങളും കാർത്തിക നല്ല രസമുണ്ടായിരുന്നു. ഇത് കോട്ടൺ സാരി ആയെങ്കിലും ഒത്തിരി കോസ്റ്റ്ലി കോട്ടൺ ആയിപ്പോയി അല്ലേ. കുറച്ച് പാവപ്പെട്ട കോട്ടൺ സാരി കൊടുക്കുമായിരുന്നു. ആൻഡ് ഈ ആനച്ചന്തം, ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ, ആനയെ കാണുമ്പോൾ ഒരു ചന്തമില്ലേ നമുക്ക്? ഓഫ് കോഴ്സ് അത് തന്നെ. അല്ല, ആന മാത്രം വന്ന് നിന്നാൽ മതി, വേറെ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ആനയെ മാത്രം കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ, അതിനാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. അല്ല, ആസ് എനിക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു മീനിങ് ആണെന്ന് എനിക്കറിയില്ല. ആനനെ സെപ്പറേറ്റ് ആയ അതിൻ്റെ ഒരു പാർട്ടൊക്കെ കാണുമ്പോൾ ആനയുടെ കണ്ണ് ചെറുതാണ്, ഒരു ഒട്ടും പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത ഒരു ബോഡി സ്ട്രക്ചർ അല്ലേ. ആനയെ വെറുതെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അതെ, നേരം പോണോ അറിയില്ല. ഓക്കെ, അതാണ് ആനച്ചന്തം. ഒരുപാട് നേരം നോക്കിയെന്നാൽ ജീവൻ പോണോ അറിയില്ല. ഓക്കെ, എനിവേസ് എനിക്ക് ക്ലാരിഫൈ ചെയ്തതിന് താങ്ക് യു. സോ കാർത്തിക, ടോട്ടലി നല്ലൊരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിരുന്നു പെർഫോമൻസ്. സോ കാർത്തികയ്ക്ക് കുറച്ചും കൂടി ഒരു പാവപ്പെട്ട കുട്ടി പോലെ വരായിരുന്നു കേട്ടോ. കാർത്തികയുടെ ഭംഗി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കാരണം സിംഗിങ് വൈസ് എനിവേസ് യു ആർ വെരി നൈസ്. പ്രേം നസീർ സാർ പാടത്തിറങ്ങിയ പോലെ പോയി. എനിവേസ് ഗുഡ് ജോബ് കാർത്തിക. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. കാർത്തിക നന്നായിട്ട് പാടി, വോയിസ് നല്ല ബ്രൈറ്റാ വന്ന് നല്ല ഡൗട്ടില്ലാமல் പാടി ഈ പാട്ട്. അതെ, ഇത് തമിഴ്നാട്ടിൽ ഇതേപോലെ ഒരു പാട്ടുമുണ്ട്. ஒன்னாங்கிழமையில ஒரு குடம் தண்ணி ஊத்தி தன்னானே நானே ஓரல சக்க பயிர் தன்னானே நானே. ரெண்டாங்கிழமையில 2 குடம் தண்ணி ஊத்தி தன்னானே நானே. 2 தன பயிர் தன்னானே நானே. 3ஆங்கிழமையில 3 குடம் தண்ணி ஊத்தி தன்னானே நானே. 3லையா சக்க பயிர் தன்னானே நானே தன்னானே நானே. 4ஆங்கிழமையில தன்னானே. 4ஆங்கிழமையில 4 குடம் தண்ணி ஊத்தி தன்னானே நானே. 4 பலாமரம் தன்னானே நானே. 10 வரைக்கும் பாடுறது. இப்பதான் மோட்டர் இருக்குது, இதெல்லாம் இருக்கு. இப்போ ஏற்றம் இல்லாத பொழுது அந்த மேட்டு பகுதிகளில் பயிர் நடுறப்போ குடத்துல மண் குடம் எடுத்துட்டு போய் தண்ணி ஊற்றி தான் பயிர் வளர்க்கும். அப்போ அந்த களைப்பு தெரியாமல் இருக்க அந்த தண்ணியை ஊற்றுறது, அந்த மாதிரி அப்போ பாடுறக்கூட பாட்டு. நீங்களும் அதுபோல் இந்த விவசாயம் அப்படி பாடியிருக்கிறீங்க. நல்லா. താങ്ക് യു സർ. കാർത്തിക, ജഡ്ജസ് എല്ലാം നല്ല കമൻസാണ് പറഞ്ഞു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കും ഇത്ര മാർക്സാണ് കിട്ടുന്നത്, എന്ത് കമൻസ് ആണെന്ന്. ഇന്ന് വളരെ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, അതിനും ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ചോദിക്കാം നമുക്ക് മാർക്സ്. നാദർഷിക. 27. മഹതി മാം. കാർത്തികയുടെ മുഖത്ത് എപ്പോഴാണ് ഒരു സ്മൈല് കാണുന്നത് അല്ലേ? 27 കാർത്തിക.
കുപ്പുസ്വാമി സർ? ഓ ഞാനും അതെ 27. താങ്ക് യു ജഡ്ജസ്. കാർത്തിക 90-ൽ 81 മാർക്സ് കിട്ടി. സന്തോഷമായോ? സന്തോഷം. ഓക്കെ, ഇപ്പോഴെങ്കിലും ആ ശബ്ദം ഒന്ന് ഉറക്കെ കേൾക്കട്ടെ. കാരണം എപ്പോൾ മൈക്കിൽ ചോദിച്ചാലും വളരെ ഫീബിളായിട്ട് എന്തൊക്കെയോ രഹസ്യം പറയുന്ന പോലെയാ പറയുന്നത്. ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി. ഓക്കെ കാർത്തിക, ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മിന്ന മിനുങ്ങ പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അടുത്തതായി നമ്മൾ കാത്തിരുന്ന ആ സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് കുപ്പുസ്വാമി സാറിനെ. പാടോ മണിക്കുയിലേ നിന്റെ പാട്ടൊന്നു കേക്കട്ടെ പൂങ്കരളേ, തേനോരോ പാട്ടിന്റെ താളത്തിൽ ഇളകിയാടുന്ന തെങ്കറുമ്പേ, മെഴിക്കൂമ്പിയ താമരത്താറുവോ, മെഴിക്കൂമ്പിയ താമരത്താറുവോ, മനസ്സിൻ മടിയിൽ നീ ഉറങ്ങ്, താഴമ്പൂ പൂത്തു നിറഞ്ഞൊരു റാവു കാറ്റിൽ നീ മയങ്ങ്, കുയിലേ കുയിലേ കുയിലേ. പാടോ മണിക്കുയിലേ നിന്റെ പാട്ടൊന്നു കേക്കട്ടെ പൂങ്കരളെ, പാടേ മണിക്കുയിലേ നിന്റെ പാട്ടൊന്നു കേക്കട്ടെ പൂങ്കരളെ, തേനോരം പാട്ടിന്റെ താളത്തിൽ ഇളകിയാടുന്ന തെങ്കറും, തേനോരം പാട്ടിന്റെ താളത്തിൽ ഇളകിയാടുന്ന തെങ്കറും, മെഴുകോമ്പിയ താമരത്താറുവോ, മനസ്സിൻ മടിയിൽ നീ ഉറങ്ങ്, മെഴുകോമ്പിയ താമരത്താറുവോ, മനസ്സിൻ മടിയിൽ നീ ഉറങ്ങ്, താഴമ്പൂ പോത്ത് നിറഞ്ഞൊരു റാവ് കാറ്റിൽ നീ മയങ്ങ്, താഴമ്പൂ പോത്ത് നിറഞ്ഞൊരു റാവ് കാറ്റിൽ
ആടുന്ന തെങ്ങറും കുയിലേ മയിലേ കുയിലേ മയിലേ കുയിലേ മയിലേ കുയിലേ മയിലേ നന്നേ നന്നേ നാട്ടീണങ്ങളുടെ മധുമഴ ചൊരിഞ്ഞ മിന്നാമിനിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഗുഡ് നൈറ്റ്. കാര്യം ചക്ക നല്ലതാണോ പേ നമ്മക്കുണ്ണി വലിയതല്ലോ പേ മറ്റാർക്കും ഈ ഗതി കേടുവരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കുടമേ നീ എവിടെ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമനപ്പൂമുഖം വാടിടുമ്പോൾ ഓടപ്പഴം പോലെ ചേലുള്ള പെണ്ണിന്റെ ഓമനപ്പൂമുഖം വാടിടുമ്പോൾ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ ഓർമ്മയിലൂടെ കളിക്കുവാനെത്തിടും ഓണനിലാവായി മണിച്ചേട്ടൻ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത്